ഈ മാസം നല്ല മാസമാണ്. അധിക മാസം. ശരിക്കും പറഞ്ഞാൽ പുരുഷോത്തമ മാസം. സാധാരണക്കാർ പറയും ഇത് മലമാസം പറയും. അധിക മാസം പറയാൻ കാരണം ഈ മാസത്തിന് ഭഗവാൻ തൻ്റെ പേര് കൊടുത്തു. ഈ മാസത്തിനെ എല്ലാം ഉപേക്ഷിച്ചു. ഋഷീശ്വരന്മാർക്ക് ഇതൊക്കെ മലമാസം. നല്ല കാര്യങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാസം ഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്നെ മലമാസം എന്ന് പറഞ്ഞു ഋഷീശ്വരന്മാർ. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു എൻ്റെ പേര് ഞാൻ നിനക്ക് തരാം. നിന്നെ പുരുഷോത്തമ മാസം. ഞാൻ പുരുഷോത്തമൻ, നീയും പുരുഷോത്തമം. അങ്ങനെ പുരുഷോത്തമ മാസം പേര് കൊടുത്തു ഈ മാസത്തിന്. 3 കൊല്ലം ആകുമ്പോൾ ഇങ്ങനെ അധിക മാസം ഉണ്ടാവും. ഈ അധിക മാസം പറയാൻ എന്താ കാരണം? അധികമായി വന്നതുകൊണ്ട് അധിക മാസം ഇല്ലേ? ഈ മാസത്തിൽ ചെയ്യുന്ന അന്നദാനമായിക്കോട്ടെ, സ്നാനമായിക്കോട്ടെ, ദാനമായിക്കോട്ടെ, 7 സ്നാനം, ജപോ, ഹോമോ, വ്രതം, ദേവദ്വിജാർച്ചനം, ഇത് ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാം അധികമായ ഫലം കൊടുക്കേണ്ടതാണ്. ഈ കഥ പറഞ്ഞാൽ സമയമാവും, എന്നാൽ ഒന്നുകൂടി പറയാം. ഗുണസുന്ദരി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മേധാവി എന്ന പേരുള്ള മഹാത്മാവിന്. ഗുണസുന്ദരി നല്ല ഗുണവും സൗന്ദര്യമുണ്ട്. ആ ഋഷിക്ക് ആൺകുട്ടി ഇല്ലാതെ കൊണ്ട് അദ്ദേഹം പെൺകുട്ടിക്ക് എല്ലാം പഠിപ്പിച്ചു, ശാസ്ത്രം എല്ലാം പഠിപ്പിച്ചു. പക്ഷേ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയൊക്കെ കല്യാണം കഴിച്ച് അവർക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായി. ഈ പെൺകുട്ടിക്ക് യോജിച്ച പെൺകുട്ടി ആൺകുട്ടി കിട്ടണം അന്വേഷിച്ച് അച്ഛനും വയ്യാതായി, അച്ഛനും മരിച്ചു. ഈ പെൺകുട്ടിയുടെ അച്ഛനും ദുർവാസ മഹർഷി ഫ്രണ്ടാണ്. അപ്പോൾ ദുർവാസ മഹർഷി വന്ന് ഉപദേശിച്ചു, പെൺകുട്ടി അധിക മാസത്തിൽ ഭഗവാനെ പൂജിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ മലമാസത്തിന് അത്ര യോഗ്യതയില്ല. കാർത്തിക മാസം, വൈശാഖ മാസം, മാഘമാസം ഇരിക്കുമ്പോൾ ഇതൊന്നും വിശേഷിച്ച് പറയേണ്ടാണ് ദുർവാസനെ സഹകരിക്കാൻ തുടങ്ങി. എതിർവാദം ചെയ്തു. എതിർവാദം ചെയ്തപ്പോൾ ദുർവാസൻ പെട്ടെന്ന് കോപിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ ശപിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ശപിക്കുന്നില്ല. പെൺകുട്ടി ഞാൻ സഹിച്ചു പോവാൻ പറഞ്ഞു പോയി. പിന്നെ ആ പെൺകുട്ടി എന്ത് ചെയ്തു? മഹാദേവനെ കുറിച്ച് 8000 കൊല്ലം ഭയങ്കര തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു വന്നു. കുടുംബസമേതം എന്ത് പേര് ചൊല്ലുമ്പോൾ പതിന്ദേഹി 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 5 പ്രാവശ്യം പറഞ്ഞു പോയി. പറഞ്ഞപ്പോൾ മഹാദേവൻ എന്തായാലും 5 പ്രാവശ്യം ഭർത്താവ് കിട്ടണേ ചോദിച്ചത് കൊണ്ട് നിനക്ക് 5 ഭർത്താവ് ഉണ്ടാവും. ഈ ഗുണസുന്ദരി പറഞ്ഞു, ഇങ്ങനെയാണോ ഒരു ആൾക്ക് 5 പെൺകുട്ടികളായാൽ കുഴപ്പമില്ലേ? ഒരു പെൺകുട്ടി 5 ഭർത്താവ് കേട്ടതും ഇല്ല, ഇങ്ങനെ സമ്പ്രദായത്തിൽ ഇല്ലല്ലോ. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നീ ചോദിച്ചു പോയി, ഞാൻ എന്ത് ചോദിച്ചു അങ്ങനെ കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ അയോണിജയായി ദ്രൗപദിയായി നീ ജനിക്കും. ആ സമയത്ത് നിനക്ക് അങ്ങനെ കിട്ടും. ഓക്കെ. അപ്പോൾ നിനക്ക് ഉപദേശിക്കാൻ ദുർവാസാവ് വന്നതാണ്. ആ ദുർവാസനെ അവമാനിച്ചില്ലേ, അതിൻ്റെ ദോഷം കൂടി ഉണ്ടെന്ന് ഭഗവാൻ പറഞ്ഞതായി ഇവിടെ പറയുന്നത്. ഈ ദ്രൗപദിയുടെ പൂർവ്വജന്മ കഥ ഈ അധിക മാസത്തിൻ്റെ കഥയിലാണ് വരുന്നു. കൃഷ്ണൻ പാണ്ഡവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ അധിക മാസത്തിൻ്റെ പെരുമ പറയുന്നത്. എന്തായാലും ഈ മാസത്തിൽ ചെയ്യുന്ന അന്നദാനം ആയിക്കോട്ടെ, അതേപോലെ എൻ്റെ നാട്ടിൽ വന്ന് നോക്കിക്കോളൂ, രുക്മിണി കല്യാണ മണ്ഡപം, രുക്മിണി എഞ്ചിനീയറിംഗ് കോളേജ്, രുക്മിണി തണ്ണീർ പന്തൽ എല്ലാം വച്ചിട്ടുണ്ട്. എന്താ കാരണം? ഇങ്ങനെ ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശിശുപാലനെ പോലെ ദുഷ്ട ഭർത്താക്കൾ കിട്ടാറില്ല. നല്ല ഭർത്താവ് രഘുവെ പോലെ കിട്ടും. ചിലപ്പോൾ പറയേണ്ടി വരട്ടെ എനിക്ക്, അങ്ങനെ നല്ല യോജിച്ച ഭർത്താവ് കിട്ടണ്ടേ. അങ്ങനെ അതിന് എന്ത് ചെയ്യണം? പൂർവ്വജന്മ തപസ് ചെയ്തിടണം.